നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊടിപാറും പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇന്ന് വൈകിട്ട് UDF കൺവെൻഷനിൽ KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും വിമർശിച്ച് ഇന്നും PV അൻവർ മാധ്യമങ്ങളെ കണ്ടു. LDF സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് പ്രചാരണത്തിൽ മുന്നേറുന്നത്. ഒപ്പം ഇന്ന് KC വേണുഗോപാലിന്റെ പെൻഷൻ വിരുദ്ധ പരാമർശവും ചർച്ചയാക്കാൻ LDF സ്ഥാനാർത്ഥി മറന്നില്ല. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? ഇതൊരു വലിയ ആശ്ചര്യജനകമായ ചോദ്യമായിരുന്നു. അന്ന് കോൺഗ്രസ് തന്നെ എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല സമരം ചെയ്തു. അവർ പറഞ്ഞത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. ഇതായിരുന്നു. നമുക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നും, വിചിത്രമായി തോന്നും. ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്, എല്ലാവരും അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പഞ്ചായത്ത് തല പര്യടനം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം അമരമ്പലം, ചുങ്കത്തറ എന്നിവിടങ്ങളിലാണ്. ഇവിടെ ഇതൊരു UDFൻ്റെ ആളുകളുടെ മാത്രം സ്വീകരണ യോഗങ്ങളല്ല. ആളുകൾ ഈ 9 വർഷക്കാലമായി നിലമ്പൂർ അനുഭവിക്കുന്ന, കേരളം അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. മലയോര വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണം. PV അൻവറിന് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ടെന്നാണ് BJPയുടെ പക്ഷം. പ്രചരണം വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്. വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ മുഖ്യ മുദ്രാവാക്യം. PV അൻവറിന്റെ തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പൗരപ്രമുഖരെ കാണുന്നുവെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ. എനിക്കെന്ത് ഷെഡ്യൂൾ? ഒരു ഷെഡ്യൂളും ഇല്ല. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടു. പാവപ്പെട്ട ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യിക്കുന്നുണ്ട്, അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും നാട്ടുകാരെ കാണാൻ. ടീം 24 നിലമ്പൂർ.